അത് തുടണ്ട, ഇതെന്റെയാ. ഹലോ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡീസ വ്ലോഗ്സ്. നമ്മളിവിടെ അറിയാം, നമ്മളിപ്പോ കുരിയച്ചറാണ് എത്തിയേക്കണത്. നമ്മൾ ഇന്ന് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോവാണ്. ടൗണിലേക്ക് പോകണം. ആ അതെ, ടൗണിലേക്കാണ് പോണത്. അതെ അതെ. അതെന്തിനാ പോണെന്നുള്ളത് അന്നെ പറയും. അല്ല, എന്നെ പറഞ്ഞോ. ആർക്ക്? എന്തിന്റെ? അതെ, കൊറേ ആൾക്കാര് കമന്റ് ഉണ്ടാ, നീ പെട്ടെന്ന് വന്ന് കരഞ്ഞപ്പോ ഇമോഷണൽ ആയപ്പോ ആളുകൾ പറയാണ് നിന്റെ കല്യാണം മുടങ്ങി. കേട്ടിരുന്നാ? ഞാനും കണ്ടില്ല. അല്ല, അപ്പൊ ആ കമന്റ്സ് ഇട്ട ആളുകൾക്കായിട്ടുള്ള ഒരു മറുപടി ആയിട്ടാണ് കല്യാണം ഒന്നും മുടങ്ങിയിട്ടില്ല, ഇതുവരെ മുടങ്ങിയില്ല, ഈ നിമിഷം വരെ മുടങ്ങിയിട്ടില്ല. ഇനി അറിയില്ല, അത് എനിക്കറിയാം. ഇനി എങ്ങനെയാ വരാന്നുള്ളത് നമുക്കറിയില്ല. ഇതുവരെ ഇല്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല. അതെ, കമന്റ്സ് ഉണ്ടായിരുന്നു അതിനകത്ത്. കാരണം ഇതുവരെ കരയാത്ത അന്നെ എന്തുകൊണ്ട് കരഞ്ഞു, എന്തുകൊണ്ടാണ് അന്ന ഇതുവരെ കരയാത്ത താങ്കൾ എന്തുകൊണ്ട് ഇപ്രാവശ്യം കരഞ്ഞു? അത് പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നതാണല്ലോ, മുൻകൂട്ടി പ്ലാൻ ചെയ്തൊന്നും വന്നതല്ലോ. പ്രിപ്പയർഡ് ആയിരുന്നില്ല നീ, അതുകൊണ്ടാണ് അതെ അതെ, അതുകൊണ്ടാണ് കരച്ചിൽ വന്നത്. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ്, ആളെയും വെയിറ്റ് ചെയ്തിട്ട്. ഫുഡിങ് ടൈം ആയതുകൊണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയിക്ക. അപ്പോൾ അവർ വന്നിട്ട് നമ്മുടെ ഡ്രസ്സ് നമുക്ക് എടുത്തരും. കാണാം അന്നെ കേട്ടോ. ഇത് വെച്ച് നോക്കി നോക്ക്, വെച്ച് ഭംഗിയുണ്ടോ നോക്ക്. ഇവിടെ നിന്ന് ഒരു ഡ്രസ്സ് മേടിക്കണമെങ്കിൽ കൺഫേം ആയാൽ മാത്രമേ ഡ്രസ്സ് ഇടാൻ പറ്റുള്ളൂ. കൺഫേം ആയാലും ഡമ്മീന്ന് വരാൻ പറ്റുള്ളൂ. എന്താല്ലേ ഇത് പിടിക്ക്. ബാ, നീ എങ്ങടെ പോണേ? കൺഫേം ആവണമെങ്കിൽ നമുക്ക് വെച്ചോക്കണ്ടേ. അല്ല, ഇത് വെച്ചു വേമായോ നീ? അന്നക്ക് ഇഷ്ടായ? ആ കൈ വെക്കടി, കൈ അങ്ങനെ വെക്കി. ഇതിന് അന്നെ ഇതിന് എന്താ മനസ്സിലാക്കണ്ടെന്ന് അറിയോ? തീറ്റ കുറയ്ക്കാ, അതേ ഉള്ളു, വേറെ ഇഷ്ടമില്ല. അതന്നെ ചുരിദാർന്നാ പറയണേ. അന്നതേ എന്തോ പറയുന്നൂടി, എന്താ പറയുന്നത് ഒന്നുകൂടി പറഞ്ഞേ. ആ, നല്ല രസം ഉണ്ടാവും കേട്ടോ. ഇതിനകത്ത് നീ പറഞ്ഞ ഭംഗിയുണ്ടെന്ന്. ആ, ഗ്രീനില്ലേ, വലിയ രസമൊന്നുമില്ല. ഇത് ചിലപ്പോ ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവായിരിക്കും. ഈ കളർ ഇട്ട് നോക്കാം, കുഴപ്പമില്ല. വെള്ള കളർ മാത്രം ഇടാൻ സമ്മതിക്കാണ്ടിരിക്കുള്ളൂ. അല്ല, ഈ കളർ ഇട്ട് നോക്കിക്കൂടെ? വെള്ള കളർ, റെഡ് ഇട്ട് നോക്കി. റെഡ് നല്ല ഭംഗിയുണ്ട്. നല്ല കളറല്ലേ, ലൈറ്റ് കളർ. ഇത് ഈ ഗ്രീൻ ഭംഗിയുണ്ടോ? അല്ല, ഗ്രീൻ അല്ല, ഡാർക്ക് ബ്ലൂ. എന്നാലും ഈ കറുപ്പ് ഡ്രസ്സ് കണ്ടിട്ട് നീ എങ്ങനെ ഡാർക്ക് ബ്ലൂ എന്ന് കണ്ടത് എനിക്ക് മനസ്സിലാവാത്ത. അത് ചുരിദാറല്ലേ? അതിനവള് പറഞ്ഞു നഹദിക്ക്. അല്ല, നഹദി മോട്ടോ എന്തിനടേ ഇവള് പറഞ്ഞാരടാ, മെഹന്തിക്ക്. ആടി അവിടെ കിടന്നേ. ഇതിങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇങ്ങനെ വിരിഞ്ഞ് കിടക്കണ്ടായില്ലല്ലോ. ഉള്ളിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ടുണ്ടോ? സാധനം കൊള്ളാം, രസമുണ്ട്, കൊള്ളാം, ഭംഗിയുണ്ട്. ലൈറ്റിന് എന്തെങ്കിലും ചെയ്യാനില്ലേ? ഇതിനൊന്നും ചെയ്യാനില്ല, ഷേപ്പ് ചെയ്യാനില്ല, കുഴപ്പമൊന്നുമില്ല, ഭംഗിയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ജസ്റ്റ് നോർമൽ ഡ്രസ്. മെഹന്തിക്ക് ഇതാ വേണ്ടോ? മെഹന്തിക്ക് ഇതാ വേണ്ടോ? നോർമൽ ഡ്രസ് മതി. നമ്മളെ ഇപ്പൊ എന്തായാലും നമ്മള് മേടിക്കണില്ല, നമുക്ക് ഈ സാധനങ്ങൾ നോക്കാൻ വേണ്ടിട്ട് നമ്മള് വന്നതാണ് അല്ലേ? എടുക്കല്ല
അങ്ങനെ പിന്നെ മേടിക്കാം. ബായോ ഞാൻ എടുക്കണെങ്കിൽ ഓഫ് വൈറ്റോ ബായോ 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 ബായോ. ഇനിയിപ്പോ എന്തിന്റെ പ്ലാൻ? നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോണോ? വിശക്കണ്ടോ? എനിക്ക് വിശക്കല്ലേ. ആർക്കും വിളിക്കാം. സ്വാഭാവികം, പതിവില്ലാത്തതല്ല, ഇറ്റ്സ് നോർമൽ. മീൻചാറിനേലും നല്ലത് സാമ്പാർ തന്നെ ആടി. കാരണം ഞാൻ എപ്പോഴും മീൻചാറ് എടുക്കാറ്. സാധനമൊക്കെ കഴിഞ്ഞു. എവിടെ ലിവർ? തക്കാളി പരിപ്പ് മുരിങ്ങക്കായ, ഇത് പയറുപ്പേരി, ഇനി വരാൻ പോണത് അച്ചാറ്. പപ്പടം അറിയണ്ട. പപ്പടം തരും, ഉണ്ടെങ്കിൽ തരും. പപ്പടപ്പൊടി ഉണ്ടോ? പൊടിയെങ്കിലും എടുത്ത് കൊടുക്കുക ചേട്ടാ, അല്ലെങ്കിൽ സമ്മാനം തരില്ല കേട്ടോ. നീ തിന്നേ, നീ തിന്നിട്ട് പോയാ മതി. ഇത് പോർക്ക് കേട്ടോ, നല്ല പോർക്കിറച്ചി. നല്ല രസം തന്നെ പോർക്കിറച്ചി. നീ കഴിച്ചു എങ്ങനെയുണ്ട് തന്നെ? അടിപൊളി. ഫുഡൊക്കെ കഴിഞ്ഞു. ഫുഡൊക്കെ ഇഷ്ടമായോ? നമ്മള് സ്ഥിരമായിട്ട് കഴിക്കണ സ്ഥലം തന്നെ. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചുള്ളതല്ല. പക്ഷെ അന്ന ഓക്കെ. ആദിത്യ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇവിടെ ഫുഡൊക്കെ കഴിച്ചത് നമ്മുടെ സ്വന്തം കട, മാമന്റെ കട. അപ്പൊ നമ്മൾ അവിടെ വന്നിട്ട് കഴിച്ചത് എന്റെ മാമന്റെ കടയല്ല കേട്ടാ, മാമന്റെ കട പേരാണ് പറഞ്ഞ ഞാൻ കടയുടെ. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചോറ് തരും, ഞങ്ങള് ചോറുണ്ണും. ചോറ് തരും. അതെ, നല്ല നല്ല കുറെ കൂട്ടാനുണ്ടാവും. പക്ഷെ ഈ സമയം ആയതുകൊണ്ട് 4 മണി ആയി. അപ്പൊ ഈ സമയം ആയതുകൊണ്ട് സ്പെഷ്യൽസ് ഒക്കെ കുറവുള്ളൂ, കുറച്ചുണ്ടായിരുന്നുള്ളൂ. എന്നാലും വേണ്ടില്ല, അതൊക്കെ നമ്മള് കഴിച്ചു. അന്ന കയറിണ്ടായിരുന്നില്ലേ ഇവിടേക്ക്, അതുകൊണ്ട് നമ്മള് അന്നേനെ കയറാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഒരു തെണ്ടി കാരണം നമ്മൾ കയറാണ്ട് പോയി. പണ്ട് അതെ 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 അതെ. ഏത് കടയിലേക്ക് പോണേ? ഇവിടെ സ്പോട്ട് മതിയോ അന്ന? എന്നിട്ട് നിനക്ക് മേടിക്കാനുള്ളതിന് ഡ്രസ് മേടിക്കാണ്ട് അളിയാണോ? ബില്ലിട്ടോളാം. ഓക്കെ, നടന്നു കയറാൻ പോരെ? ഒരു സ്റ്റെപ്പുള്ളൂ. എന്തായിരിക്കട്ടെ? എന്താ 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 എന്നെ കൊറേ നേരം നടക്കണം. സഞ്ചി എന്തോരായി? ഒന്നും നടന്നിട്ടില്ലല്ലോ. ഡ്രസ്സൊന്നും എടുത്തില്ലപ്പോ? ഇട്ട് നോക്കിയ നീ? ആ കൊള്ളാം. രസമുണ്ടത്. ഡബിൾ എക്സൽ അത് ഭയങ്കര വലുതാവട്ടോ. പിന്നെ ഡബിൾ എക്സൽ ഭയങ്കര വലുതാവന്നെ. സീരിയസ്ലി തവളാനെ കൊടുക്കട്ടെ പോലെ ആവട്ടോ മിക്കവാറും. കാര്യമായിട്ട് പറഞ്ഞേ. പർച്ചേസും കാര്യങ്ങളും കഴിഞ്ഞു. നമ്മൾ തിരിച്ച് പോവാണ്. ബില്ല് വന്നിട്ടുണ്ട്. ബില്ല് പൈസ പോണേലും ബില്ല് വന്നിട്ടുണ്ട്. പൈസ പോണേലും ബില്ല് വന്നിട്ടുണ്ട്. പൈസ ഒന്നും നോക്കില്ല തന്നെ. പോട്ടെ. എങ്ങനെയുണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട്? എങ്ങനെയുണ്ട് ഹൈലൈറ്റ് മോളില് വണ്ടി പാർക്ക് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഗുഡ് വേ. എന്ത് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് എന്ത് മാനേജ്മെന്റിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു എന്താ പോരായ്മ ഇവിടെ നമുക്ക് ഫോക്കസ് ചെയ്ത് പറയാനായിട്ട് പറ്റാം. ആസ് പെർ യുവർ എക്സ്പീരിയൻസ് അവര് ചെറുതാക്കിയത് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ചെയ്തതാ. സക്സസ്ഫുൾ ആയിട്ടില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നത് നല്ല മധുരം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ലുക്ക് കണ്ടിട്ട് നല്ലൊരു മധുരം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മധുരം ഉണ്ടോ? നോർമൽ മധുരമുള്ളൂ. ഇത് പൈനാപ്പിളാണോ മാങ്ങയാണോ?
ആണോ വിളിച്ച് ഓഫീസിൽ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചു പറഞ്ഞു ചിക്കൻ പപ്സ് കഴിക്കാൻ. ഞാൻ അതൊരു കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോ ആ ഞങ്ങളുടെ സാധനം ഉണ്ടെന്ന് അറിയില്ല എന്ന് പറഞ്ഞു മനസ്സിൽ കഴിക്കാൻ. നീയാ ഇത്ര അറിയില്ല ഗൈസ്. നമ്മള് പഴംപൊരി, എഗ് പപ്സ്, ഇത് ചിക്കൻ പപ്സിന്റെ കാര്യങ്ങൾ ഇന്ന് അറിഞ്ഞോളൂ പൊന്നിസേ. ഈ സംഭവം ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ചിക്കൻ പപ്സ് എനിക്ക് ഇന്ന് അറിയണ പേര് പറഞ്ഞപ്പോ. ഇതിന്റെ പേരെന്താണെന്നുള്ളത്. ചായ വന്നിട്ടുണ്ട്. ചായ കണ്ടിട്ട് നല്ല രസമുണ്ട്. നല്ല ചായ. നല്ല ചായ. സംഭവം ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇതാണ് ചിക്കൻ. നല്ല സോഫ്റ്റാ. അതെ അത് തുടണ്ട. ഇതെന്റെയാ. വേറെ മേടിക്കാനില്ല. മൊത്തം പപ്സിന്റെ പൊടിയൊക്കെ പോയി. ഇച്ചിരി തുടച്ചോളാം ഞാൻ. പോങ്ക് അറിയില്ലടി. പോയി പറയും സാധനം ഇപ്പൊ ചേച്ചി തരും. മേടിച്ചോ. പപ്സ് മാത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ. പഴംപൊരി രസമുണ്ടോ? നല്ല ചൂടുണ്ടല്ലേ. ഉണ്ടോ? അപ്പൊ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം കഴിഞ്ഞു ഗൈസ്. സമയം ശരിക്കും 8 മണിയായിട്ടാ. 8:05. ആ നമ്മള് സംഭവം ഉച്ചക്ക് ഇറങ്ങിയല്ലേ. ഞാൻ എന്താന്നറിയോ പുറത്തേക്ക് ഇറങ്ങാട്ട് ക്യാമറ പുറത്ത് വിളിച്ചിട്ടുണ്ടാവല്ലോ. പക്ഷെ പുറത്ത് വെളിച്ചല്ലേ, കണ്ടില്ലേ രാത്രിയാണ്. നമ്മളിങ്ങോട്ട് വന്നപ്പോ ഇരുട്ടായിരുന്നില്ല. അതെ ഇരുട്ടായി. ഇപ്പൊ കണ്ട ഇരുട്ടായി നല്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് കഴിഞ്ഞിരിക്കാണ് ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയില് വീണ്ടും കാണാം. മധുരിക്കും ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്. ബൊന്നോയി അന്നം പറഞ്ഞോ ബൈ. ബൈ. അപ്പൊ ഓക്കെ ബൈ.